എല്ലാ സുഹൃത്തുക്കളും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഈ മന്ത്രി ഹുങ്കൻ, മധ്യപ്രദേശിലെ മന്ത്രി ഹുങ്കൻ വിജയ് ഷായ്ക്കെതിരെ BJP എന്ത് തീരുമാനമെടുത്തതെന്ന് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അറിയണം, അതവരുടെ റൈറ്റ്സാണ്. കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ചും ഇത്രയും കോടി ജനങ്ങളെ സുരക്ഷിത വലയം കാത്തു സൂക്ഷിക്കുന്നതാണ് നമ്മുടെ സേനകളും. ആ സേനയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ഏറ്റവും നീചമായ ഭാഷ ഉപയോഗിച്ച് അവരെ ഡീമോറലൈസ് ചെയ്യാൻ ശ്രമിച്ച ആ മന്ത്രി ഹുങ്കൻ യഥാർത്ഥത്തിൽ ജയിലിലടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ യാതൊരു ആക്ഷനും BJP പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. തുറന്നു ചോദിക്കുകയാണ് മോദിജിയും അമിത്ഷായും, നിങ്ങളുടെ എന്താണ് തീരുമാനം? നിങ്ങൾക്ക് ഭരണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസവും വിളിച്ച് പറയാനും, അതാര് വിളിച്ചു പറഞ്ഞാലും മൗനമായിരിക്കുന്ന ഒരു പാർട്ടിയാണോ നിങ്ങളുടേത്? ഒന്ന് മനസ്സിലാക്കിയ, ഒരുപാട് മഹാത്മാർ വളരെ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം ബലി കഴിച്ച് നെയ്തെടുത്തൊരു പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്നത്. അതെ, ഇങ്ങനെയുള്ള വിവരം കെട്ടവന്മാരുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് പിച്ചും പെയ്യും പറയിപ്പിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ ഇത് ദോഷം ചെയ്യും. അത് പാർട്ടിക്ക് ഉള്ളവർ തന്നെ ഇതിൽ ഒരുപാട് അതൃപ്തി പ്രകടിപ്പിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇതിന് വേണ്ട ഒരു തീരുമാനം എടുക്കുക. കോടതിയുടെ സൈഡിൽ നടക്കട്ടെ. പക്ഷേ പാർട്ടിയുടെ സൈഡിൽ നിന്നുകൊണ്ട് ഈ മന്ത്രി വിരുദ്ധന് വേണ്ടി എന്ത് ആക്ഷനാണ് എടുത്തത്? ഈ വിജയ് ഷാ 8 തവണ MLA ആയി. അയാൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഗുണ്ടായിത്വം ഇതും കൊണ്ടുവച്ചായിരിക്കണം, അല്ലെങ്കിൽ പാവം പിടിച്ചവനെ ഉപദ്രവിച്ചായിരിക്കും, ഫോഴ്സ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിച്ചായിരിക്കും അവന് 8 തവണയും MLA ആയത്, മന്ത്രിയായത്. ഇതത്ര നിസ്സാരം കാണേണ്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അവൻ്റെ ഒരു വാക്കിൽ മാപ്പ് കൊണ്ട് തീരുന്നില്ല. ശരിക്ക് ഇത് ജയിലിലടയ്ക്കേണ്ട രാജ്യദ്രോഹ കുറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഒരു കേണലിനെതിരായിട്ട് ആരും, ഈവൻ പാകിസ്ഥാൻകാർ വരെ പറയാത്ത ഒരു സംസാരമാണ് ഈ മന്ത്രി ഹുങ്കനിൽ നിന്നുണ്ടായത്. അതൊരിക്കൽ ഇന്ത്യൻ ജനത സഹിക്കില്ല. സോ വേണ്ട ആക്ഷൻ എത്രയും വേഗം മോദിജിയും അമിത്ഷായും എടുത്തിരിക്കണം. അതല്ലെങ്കിൽ അതിൻ്റേതായ വ്യത്യാസം നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കുണ്ടാകും. അതാരായിരുന്നാലും ശരി, ഏത് പാർട്ടിയായിരുന്നാലും ശരി, എത്ര പ്രഗത്ഭനായിരുന്നാലും വില കുറഞ്ഞ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ഒരു സേനാ സമൂഹത്തിലുള്ള ഈവൻ ഒരു സോൾജറായിരുന്നാലും, ഈവൻ ആര് ആയിരുന്നാലും അവരെ മോശമായി കാണുക, അവരെ ടാണിഷ് സംസാരിക്കുക, അവർക്ക് കിട്ടേണ്ടത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിരിക്കണം. സോ ജനം കാത്തിരിക്കുകയാണ്. വേണ്ട തീരുമാനം, ഉചിതമായ തീരുമാനം മോദിജിയും അമിത്ഷായും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.